പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൻ്റെ മർമ്മങ്ങൾ ആരാഞ്ഞറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കഴിയുന്തോറും ഈ വചനത്തിൻ്റെ ആഴമേറിയ പൊരുൾ ഗ്രഹിച്ചു തരുവാൻ കാരുണ്യവാനായ ദൈവം നമുക്കിടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കാം. ഈ പറയുന്ന വചനങ്ങൾ ഒരു കൺവെൻഷൻ പ്രസംഗം പോലെയോ അല്ലെങ്കിൽ ഇതര രീതിയിൽ നടത്തപ്പെടുന്ന ഒരു വചന ശുശ്രൂഷയോ പോലെയല്ല. ബലഹീന ഞാൻ നിങ്ങളുടെ മുറിയിൽ വന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് പോലെ കർത്താവിനെ വ്യക്തിപരമായി അവനെപ്പറ്റി സംസാരിക്കുകയും അടുത്തറിയുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. കർത്താവിൻ്റെ ഭക്തന്മാർ അവൻ്റെ കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് കർത്താവ് ശ്രദ്ധയോടെ കേൾക്കും എന്നുള്ള കാര്യം വചനത്തിൽ കൂടി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ദൈവിക വചനം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വചനം പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും കേൾക്കുന്നതും ഒരുപോലെ കൃപ നിറഞ്ഞതാണ്. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം അവിടെ പറയുന്നു, ഈ പ്രവചനത്തിലെ വചനങ്ങളെ വായിക്കുകയും കേൾക്കുകയും അവയെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. 1-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കാമെങ്കിൽ ആ ഭാഗം നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് രണ്ടും യോഹന്നാൻ ശ്ലീഹായുടെ വചനങ്ങളാണ്. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ യോഹന്നാൻ ശ്ലീഹായിൽ കൂടി എഴുതപ്പെട്ടതാണ്. സമയം അടുത്തിരിക്കുന്നു. കാലഗതികളെ നോക്കിയാൽ ക്രിസ്തുവിൽ കൂടി യാത്ര ചെയ്യുന്നവന് സമയം അടുത്തിരിക്കുന്നു എന്നുള്ള ബോധം അല്ലെങ്കിൽ ബോധ്യം വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇത് പറയുന്ന ആളും കേൾക്കുന്ന ആളും പറയുകയും കേൾക്കുകയും മാത്രം ചെയ്താൽ പോരാ, വചനം കേൾക്കുന്നവർ ആയിരിക്കാതെ, അങ്ങനെ ചെയ്താൽ കേൾക്കുന്നവർ മാത്രമായിരുന്നാൽ നമ്മളെ തന്നെ ചതിക്കുന്നവരാണെന്നാണ് യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നത്. വചനം കേൾക്കുക മാത്രം ചെയ്ത് നിങ്ങളെ തന്നെ ചതിക്കുന്നവരാകരുത്, അത് പ്രമാണിക്കുന്നവരായിരിക്കണം. അത് തന്നെ യോഹന്നാൻ ശ്ലീഹ വീണ്ടും ഉദ്ബോധിപ്പിക്കുകയാണ്. അതിനുള്ള കൃപ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് നമ്മുടെ മുറികളിൽ വന്നത് തന്നെ നമുക്ക് വളരെ വ്യക്തിപരമായി കർത്താവിനെ പറ്റി സംസാരിക്കുകയും അവനെപ്പറ്റി പഠിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് പ്രബോധനങ്ങളായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. വചനം പഠിക്കണം, അതിനെ സ്നേഹിക്കണം, അതിനുവേണ്ടി ദാഹിക്കണം. അപ്പോൾ തന്നെ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയും. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ അധ്യായത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു ബന്ധമുണ്ട്. യോഹന്നാൻ സുവിശേഷം എല്ലാ അധ്യായങ്ങളും പരസ്പരം ബന്ധപ്പെട്ടവയാണ്. എന്നാൽ നമ്മൾ വായിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവ് നമുക്കത് കാണിച്ചു തന്നില്ലെങ്കിൽ ഈ ബന്ധം അത്ര എളുപ്പം മനസ്സിലാവില്ല. നമ്മൾ 8-ാം അധ്യായം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കാര്യം മനസ്സിലാക്കി തന്നതാണ്. എന്നാലും ഒന്നും കൂടെ പറയുകയാണ്. 8-ാം അധ്യായത്തിൻ്റെ തുടക്കഭാഗം പാപിനിയായ സ്ത്രീയെ കർത്താവ് പാപം ക്ഷമിച്ചു വിടുന്നതാണ്. ആ ഭാഗം നമ്മൾ വിശദമായി പഠിച്ചു.
11 വാക്യം കഴിഞ്ഞ് 12 വാക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശു പിന്നെയും അവരോട് സംസാരിച്ചു. എന്താണ് സംസാരിക്കുന്നത്? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇതും തൊട്ട് മുമ്പ് പറഞ്ഞ സംഭവമായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ യോഹന്നാൻ പഠിപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്ന കാര്യം എന്തിനെക്കുറിച്ചാകുന്നുവോ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് ഈ പാപിനിയായ സ്ത്രീയെ അവളുടെ പാപം മോചിച്ചു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പറയേണ്ടതാണ്. അതായത് ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞുകൊണ്ട് വന്ന് താഴോട്ട് പറയുന്ന ഒരു കാര്യം, അവൻ എത്തുന്നത് ന്യായവിധിയിലാണ്. ഈ പാപിനിയായ സ്ത്രീയുമായിട്ട് എന്താണ് കർത്താവ് വിധി തീർപ്പ് കൽപ്പിച്ചത്? ഒരു വിധിയാണ്, ന്യായവിധി. കർത്താവിൻ്റെ വിധി എന്താണ്? അവളെ കൊണ്ടുവന്നവർ അവളെ വിധിക്കുവാൻ ആഗ്രഹിച്ച വിധി എന്താണ്? ഇത് രണ്ടും കൂടെ ഒന്ന് മനനം ചെയ്യുവാൻ യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ അടുത്തേക്ക് ഇവളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു വിധിത്തീർപ്പുണ്ട്. ഇവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്, അല്ലേ? ആണ്. കർത്താവ് യഹൂദനായിരിക്കെ കർത്താവിന് ആ വിധിയിൽ നിന്നും മാറ്റി പറയുവാൻ സാധിക്കുകയില്ല. കൊണ്ടുവന്ന ജനത്തിന് ഈ സ്ത്രീയെ വിധിത്തീർപ്പ് കൽപ്പിക്കുന്നതിനേക്കാളിൽ കർത്താവിനെ എങ്ങനെയൊന്ന് കൊടുക്കണം, അതാണ് ആഗ്രഹം. അവിടെ കിടക്കുന്ന കുടുക്ക് പല വിധമാണ്. ഒന്ന്, ഇവൻ വിധിത്തീർപ്പിച്ച് കൽപ്പിച്ചെങ്കിലേ പറ്റത്തുള്ളൂ, അത് കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതാണ്. 2, വിധിത്തീർപ്പ് എങ്ങനെയെങ്കിലും കൽപ്പിച്ചാൽ പാപികളുടെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുന്ന ഇവൻ പാപികളുടെ സ്നേഹിതനല്ലാതാവും, അത് മറ്റൊരു കാര്യം. ഇനി 3, കല്ലെറിയാൻ കൽപ്പിച്ചാൽ, അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നാൽ റോമൻ പടയാളികൾ ഇടപെടും. കലാപം ഉണ്ടാക്കി എന്നുള്ള പേരിൽ കർത്താവിനെ പിടിച്ചുകൊണ്ട് പോവുക, ഇങ്ങനെയുള്ള പല ദുരുദ്ദേശങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്. ഇതെല്ലാം കർത്താവ് മുന്നമേ അറിഞ്ഞിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം എന്താണ് പറയുന്നത്? 6-ാം അധ്യായം 6-ാം വാക്യം. യേശു ഇത് അവനെ പരീക്ഷിച്ചത്രേ ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് അറിഞ്ഞിരുന്നു. നമ്മൾ കർത്താവിനെ പറ്റി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവനറിയാം എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന്. അതിൽ നിന്ന് നമുക്കുണ്ടാകേണ്ട അറിവ് എന്താണ്? നമ്മൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നുള്ള കാര്യം യേശുവിന് അറിയാം. അതുകൊണ്ട് മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ യോഹന്നാൻ പഠിപ്പിച്ചു വരുന്ന കാര്യത്തിൽ പാപത്തെ ജയിക്കുവാനുള്ള തന്ത്രങ്ങൾ മുന്നമേ എങ്ങനെ നമ്മൾ മെനയണമെന്നുള്ള കാര്യവും യോഹന്നാൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് കർത്താവ് അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ള കാര്യവും കർത്താവിന് കൃത്യമായിട്ട് അറിയാം. ആ റൂട്ടിൽ നമ്മളെ തന്നെ തിരിച്ചു വിടുവാൻ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കെടുതികൾ പിന്നാലെ വരുന്നതും അനുഭവിക്കേണ്ടി വരും. കഴിഞ്ഞ ഒരു ദിവസം ഒരാൾ ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് ഇത്രയും ദുരിതങ്ങൾ ജീവിതത്തിൽ വരുന്നത്? ഈ ദുരിതങ്ങളെല്ലാം കർത്താവ് ഉണ്ടാക്കുന്നതാണോ? ആ ചോദ്യം ചോദിച്ച് വന്ന് അദ്ദേഹം എത്തിപ്പെട്ടത്, ഒരു കൊച്ചു കുഞ്ഞ് എന്നോട് ചോദിച്ചത്, ആ കുഞ്ഞ് എത്തിപ്പെട്ടു വന്നത്, അങ്ങനെയെങ്കിൽ ദുരിതത്തിൻ്റെ ഉത്തരവാദി കർത്താവല്ലേ? പിശാചിനെ ഉണ്ടാക്കിയത് ദൈവമല്ലേ എന്നൊരു ചോദ്യം അവശേഷിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, പിശാചിനെ ആരും ഉണ്ടാക്കിയതല്ല. ദൈവത്തിന്
തിന്മയുമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല. കാരണം അവൻ പരിശുദ്ധനാണ്. അവൻ എങ്ങനെ പിശാചിനെ സൃഷ്ടിക്കുവാൻ കഴിയും? ശാപഗ്രസ്തമായ ഭൂമിയിൽ മുളച്ചു വന്നതാണ് മുള്ളും പറക്കാരെ, ദൈവം മുളപ്പിച്ചതല്ല എന്ന് പറയുന്ന പോലെ പിശാച് ഉണ്ടായി വന്നത് എങ്ങനെയാണ്? ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ അമ്മമാരെ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ജോലി നമ്മൾ ചെയ്താലും നമ്മൾ വളരെ ക്രിയാത്മകമായ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ നമ്മളിനി എത്ര സൂക്ഷ്മതയോടെ ഉണ്ടാക്കിയാലും അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് കുറച്ച് വേസ്റ്റ് ഉണ്ടാകും. നിങ്ങളൊരു മുട്ട പൊരിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ അരിയുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണ സാധനം മേശപ്പുറത്ത് വെക്കുമ്പോൾ വളരെ മനോഹരമായി ഭക്ഷിക്കത്തക്കവണ്ണം വിഭവസമൃദ്ധമായി അത് നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ട്രാഷ് ബോക്സ് ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണത്തെക്കാൾ നിറഞ്ഞിരിക്കുന്ന ഒരു വേസ്റ്റ് ബോക്സ് കാണുവാൻ പറ്റും. ഇത് നിങ്ങളുടെ അമ്മ ഉണ്ടാക്കിയതാണോ? ഇത് ഉണ്ടായിപ്പോയതാണോ? എന്ന് പറയുന്നത് പോലെ പാപത്തിൻ്റെ അനന്തരഫലമായി വളർന്നു വന്നതാണ് തിന്മ. ഇതിനെ ദൈവം വെച്ച് പൊറുപ്പിക്കുകയില്ല, അതിനെ എടുത്ത് കളയും. ആ സമയം അടുത്തിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വലിയ ജനം ഈ സ്ത്രീയെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു വിധിത്തീർപ്പ് ഉണ്ട്. ആ വിധിത്തീർപ്പിൽ കർത്താവിനെ എങ്ങനെ കൊടുക്കണമെന്നുമുണ്ട്. ഇതെല്ലാം കർത്താവ് മുന്നമേ അറിഞ്ഞ് ആ സ്ത്രീയുടെ പാപം മോചിച്ച് കർത്താവിൻ്റെ ഒരു വിധിത്തീർപ്പ് കൽപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ജനത്തിൻ്റെ അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ വിധിത്തീർപ്പിനുമായിട്ട് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഇവർക്കൊന്നും ചെയ്യുവാനും സാധിച്ചില്ല. ഈ ബുദ്ധി അല്ലെങ്കിൽ ആത്മാഭിഷേകത്താലുള്ള ഈ ബുദ്ധി നമുക്കും കൈവരിക്കുവാൻ സാധ്യമാണ്. പല സന്ദർഭങ്ങളിലും നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ ഒരു ബുദ്ധികൂർമ്മത ആവശ്യമുണ്ട്. അതിനാണ് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത്. കർത്താവ് പറയുകയാണ്, എൻ്റെ വിധിത്തീർപ്പ് ഇതാണ്. അത്രയും നേരവും കുനിഞ്ഞു നിന്ന കർത്താവ് അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മോളെ, എല്ലാവരും പോയോ? ആരും നിന്നെ എറിഞ്ഞില്ലയോ? ഇല്ല കർത്താവേ. അപ്പോൾ ഇവള് വിധിത്തീർപ്പ് നോക്കിയിരിക്കുകയാണ്. കർത്താവ് ഉള്ളിൽ പറയാതെ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ കർത്താവിനറിയാം, കല്ലെറിയാൻ ഇതിനകത്ത് യോഗ്യതയുള്ളവൻ താൻ മാത്രമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം പാലിക്കുന്ന താൻ മാത്രമേ ഇവളെ കല്ലെറിയുവാൻ യോഗ്യതയുള്ളൂ. അവൻ പറയുകയാണ്, മോളെ, ഞാൻ നിന്നെ ശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു കണ്ടീഷനുണ്ട്. ഇനി മേലിൽ പാപം ചെയ്യരുത്. ഈ കാര്യം ഇത്രയും പറഞ്ഞതിന് ശേഷം കർത്താവ് പറയുന്ന അടുത്ത വചനത്തെപ്പറ്റി യോഹന്നാൻ ശ്ലീഹ പ്രതിപാദിക്കുന്നത് ചിലപ്പോൾ 1, 2, 3 ദിവസം കഴിഞ്ഞിട്ടുള്ള കർത്താവിൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് യോഹന്നാൻ ശ്ലീഹ അടർത്തെടുത്ത ചില വചനങ്ങൾ ഈ സംഭവത്തിന് ശേഷം വെച്ചിരിക്കുമ്പോൾ ഇത് തമ്മിൽ ബന്ധമില്ല എന്ന് നമുക്ക് തോന്നും. കാരണം കർത്താവ് പിന്നീട് പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നാണ്. ഈ വിധിത്തീർപ്പും വെളിച്ചവുമായിട്ട് ബന്ധപ്പെടുത്തി താഴോട്ട് പഠിക്കുമ്പോൾ, ഈ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, ആമുഖമായിട്ട് ഇപ്പോൾ പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതായത് താഴോട്ട് വരുമ്പോൾ 15-ാം വാക്യത്തിൽ, നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല.
അപ്പോൾ അവിടെ നിൽക്കണം. ഞാൻ ആരെയും വിധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വിധിത്തീർപ്പുണ്ട്. നിങ്ങൾ വിധിക്കുന്ന വിധി ജഡപ്രകാരമാണ്. നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ കുടുംബങ്ങളിലാകട്ടെ, വ്യക്തി ജീവിതങ്ങളിലാകട്ടെ, സഭകളിലാകട്ടെ, ഈ ജഡപ്രകാരമുള്ള വിധിത്തീർപ്പാണ് നമ്മുടെ ലക്ഷ്യം. ആത്മപ്രകാരമുള്ള ഒരു വിധിത്തീർപ്പുണ്ട്. ആത്മപ്രകാരമുള്ള വിധിത്തീർപ്പിൽ അവിടെ പരിഹാരങ്ങളുണ്ട്, ക്ഷമയുണ്ട്, കൊടുക്കലുകളുണ്ട്, വിട്ടുകൊടുക്കലുകളുണ്ട്, സൗമ്യതയുണ്ട്, സാവധാനതയുണ്ട്, എല്ലാറ്റിനും ഉപരിയായി സ്നേഹവും ത്യാഗവും സഹിഷ്ണുതയുണ്ട്. എന്നാൽ ഈ ജഡപ്രകാരമുള്ള വിധിക്ക് അതില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, പിശാച് ഈ ജഡപ്രകാരമുള്ള വിധിത്തീർപ്പിനെ ആത്മപ്രകാരമുള്ള വിധിത്തീർപ്പായിട്ട് തോന്നിപ്പിക്കത്തക്ക വിധം കളിക്കും. ഇത് ഭേദാഭേദങ്ങളെ വിവേചിപ്പാൻ സാധ്യമല്ലെങ്കിൽ നമുക്ക് സാധ്യമാവില്ല. നമുക്കെടുക്കാം ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യം ആണെന്ന് തോന്നുന്നു. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം എടുക്കാം. നിങ്ങൾ ക്രിസ്തുവിനോടുള്ള സ്നേഹവും പരിജ്ഞാനവും വർദ്ധിച്ചിട്ട് ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നൊരു വചനമുണ്ട്. 9-ാം വാക്യം, 19 1-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഫിലിപ്പി ലേഖനം. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്കോ നിർമ്മലരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ടോ, നീതിഫലം ഒരു വെർഡിക്റ്റിൽ ഉണ്ടാകേണ്ടത് എന്താ? ഒരു ന്യായവിധിയിൽ നമ്മൾ എന്തിനാണ് ന്യായവിധികളിലേക്ക് പോകുന്നത്? നീതി കിട്ടണം. എന്താണ് ദൈവത്തിൻ്റെ നീതി, എന്താണ് മനുഷ്യരുടെ നീതി? ഇത് രണ്ടും കൂടെ നമ്മൾ കൃത്യമായിട്ട് ആത്മപ്രകാരം മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ജഡപ്രകാരമുള്ള വിധിത്തീർപ്പ് ആത്മപ്രകാരമുള്ള വിധിത്തീർപ്പായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുവാൻ ആത്മാവ് പ്രേരിപ്പിക്കുന്നതുകൊണ്ട് പറയുകയാണ്. നമുക്ക് മാമോദീസായിൽ കിട്ടിയത് എന്താണ്? നീതീകരണമാണ്. നീതീകരണം കിട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് സ്വർഗരാജ്യം കിട്ടില്ല. പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മാമോദീസ ഏറ്റു, കുർബാനയൊക്കെ കൊള്ളുന്നു, അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും എന്ന് വിചാരിക്കണ്ട. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട് എന്ന് കർത്താവ് പറയുമ്പോൾ ശരീരവും രക്തവും പാനം ചെയ്തിട്ട് ആ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നീതിമാൻ ആവില്ല. നീതീകരിക്കപ്പെട്ടവരെല്ലാവരും നീതിമാനാവില്ല. ആരാണ് നീതിമാൻ? കർത്താവ് സൗജന്യമായി നൽകിയ നീതീകരണം പ്രാപിച്ച് ആ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നവനാണ് നീതിമാൻ. അവൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. വാർദ്ധക്യത്തിലും അവൻ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, വ്യർത്ഥതയിലും അവൻ തളിരിട്ട് തഴച്ചിടും. വർദ്ധിക്കും അവർക്ക് തുഷ്ടിപുഷ്ടികളൊന്നും നമ്മൾ പാടുന്നത് അതുകൊണ്ടാണ്. നീതിമാൻ, ആ നീതിമാൻ ആ തൻ്റെ നീതിയെ അല്ലെങ്കിൽ തൻ്റെ വിശുദ്ധിയെ കാത്തുകൊള്ളുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സഹനം. അപ്പോൾ സഹനം വരുമ്പോൾ കർത്താവിൻ്റെ നീതി നമ്മളിൽ നിറവായിക്കൊണ്ടേയിരിക്കുകയാണ്. നീതീകരിക്കപ്പെട്ടവനാണെന്ന് ഓർക്കണം. വീണ്ടും നീതി നമ്മൾ നീതി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി, ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി സഹനത്തോടുകൂടെ ചേർന്ന് കർത്താവിൻ്റെ മുറിവിനോടും സ്നേഹത്തോടും പങ്കുചേർന്ന് പങ്കാളികളായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ് നീതിമാൻ എന്നുള്ളത്. അത് ഓരോ ദിവസവും ഈ നീതിഫലം കൊയ്യുന്നവനാണ് നീതിമാനായി മാറിക്കൊണ്ടിരിക്കുന്നത്.
ഇത് വർദ്ധിച്ചു വരുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് മഹത്വം. അപ്പോൾ നീതീകരണം, വിശുദ്ധീകരണം, മഹത്വീകരണം, ഇത് മൂന്നുമുണ്ട്. ഇത് മനസ്സിലാകണമെങ്കിൽ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നതിൻ്റെ അർത്ഥം, നമുക്ക് ചില കാര്യങ്ങൾ ഏത് വിധിത്തീർപ്പാണ് ശരിയായ വിധിത്തീർപ്പ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ടത് എന്താണെന്നാണ് 9-ാം വാക്യത്തിൽ, ഫിലിപ്പിയ ലേഖനം 1-9 പഠിപ്പിക്കുന്നത്. എന്തുണ്ടാവണം? നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചിട്ട്, അത് ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിക്കണം. ഈ സ്നേഹം വർദ്ധിക്കുമ്പോൾ അതിനോടൊപ്പം ബൈ ഡീഫോൾട്ടായിട്ട് നമുക്ക് വന്നു ചേരുന്ന പാക്കേജാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല. ഇത് ഏതാണ്ട് കർത്താവിനെ പറ്റി മനസ്സിലാക്കുന്ന കാര്യമാണെന്നാണ് വിചാരം. അത് വേണം, വേണ്ടെന്നൊന്നുമില്ല, അത് മനസ്സിലാക്കാം. പക്ഷേ അറിവ് ചീർപ്പിക്കരുത്. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞതായിരിക്കണം. അങ്ങനെ നിറയുമ്പോൾ നമുക്ക് ഭേദാഭേദങ്ങളെ വിവേചിപ്പാനുള്ള ശക്തി ലഭിക്കും. അതെല്ലാ ഫീൽഡിലും കിട്ടും. എന്ന് പറഞ്ഞാൽ ആത്മീക മണ്ഡലത്തിൽ പോലും സാത്താൻ്റെ വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വന്ന് പ്രവചനം നടത്തുകയും വെളിപാടുകൾ കാണിക്കുകയും അത്ഭുതങ്ങൾ നടത്തുകയും ചെയ്യുന്നത് പോലും കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് ക്രിസ്തു സ്നേഹം നിറഞ്ഞവനിൽ പരിജ്ഞാനം നിറഞ്ഞിട്ടുള്ളതിനാൽ അവനത് കൃത്യമായിട്ട് വിവേചിക്കുവാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ വിധിത്തീർപ്പെല്ലാം ജഡപ്രകാരമുള്ള വിധിത്തീർപ്പായിട്ട് മാറും. ആ ഭാഗങ്ങളാണ് നമ്മൾ 20-ാം വാക്യം വരെ പഠിച്ചത്. അപ്പം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ 21-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല. ഇതാരോടാണ് പറയുന്നത്? ഈ 8-ാം അധ്യായത്തിൽ കർത്താവ് പാപിനിയായ സ്ത്രീയോടുള്ള സംഭാഷണമുണ്ട്. പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്ന യഹൂദന്മാരോട് സംഭാഷണമുണ്ട്. പിന്നീട് ആ യഹൂദന്മാരെയും അവരെ പിന്തുടരുന്നവരെയും അവരെ ശ്രദ്ധ വെച്ച് കുറച്ച് കാര്യങ്ങൾ അവരോട് അല്പം വേദനയോടെ, അമർഷത്തോടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ യോഹന്നാൻ വളരെ വേദനയോടുകൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവ് അവരോട് പറയുകയാണ്, ഞാൻ പോകുകയാണ്, നിങ്ങൾക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കരുതി കർത്താവ് അത് പറയാതിരിക്കുന്നില്ല. നിങ്ങൾ എന്നെ അന്വേഷിക്കും. നമ്മൾ ഓർത്തിരിക്കണം, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവത്തിൻ്റെ വചനത്തിനായുള്ള വിശപ്പ് തന്നെ. ആ വചനം ആമോസിലല്ലേ? ആമോസ് ഒന്ന് വായിക്കാമെങ്കിൽ, അങ്ങനെ ഒരു കാലം വരുമെന്നാണ് പറയുന്നത്. അത് ദൈവമക്കളെ ഇനി വിദൂരമല്ല. കാരണം ഇപ്പോൾ ശിക്ഷാവിധി വരുന്നത്, ഈ വിധിത്തീർപ്പ് എന്നുള്ള വാക്കുമായിട്ട് ബന്ധപ്പെട്ട് ശിക്ഷാവിധികൾ വന്നുകൊണ്ടേയിരിപ്പുണ്ട്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനത്തിനായുള്ള വിശപ്പും ദാഹവും അത്രേ വരുന്നു എന്നൊരു വചനം നമ്മൾ ആമോസിന്റെ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? 6-ാം അധ്യായത്തിലാണോ? 8-ാം അധ്യായം 11-ാം വാക്യം വായിക്കാമോ? 8-ാം അധ്യായം 11-ാം വാക്യം. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇങ്ങനൊരു കാലം ഇനിയും സമീപമാണ് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ വചനം സുലഭമാണ്.
വിശുദ്ധ കുർബാന സുലഭമാണോ? ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ഒരു കാലം വിദൂരമല്ല. അതുകൊണ്ട് എത്രയും വചനത്തെ ഗ്രഹിക്കുവാനും പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് ഒരു ദൈവകൃപ ലഭിക്കുന്നുവോ, അത് അത്രയും നേരത്തെ നമ്മൾ അത് ഏറ്റെടുത്താൽ നമുക്ക് നമ്മുടെ ഭാഗ്യം അത്രയും പറഞ്ഞാൽ മതി. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതിനെ നമ്മൾ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപ നിമിത്തം അല്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ആ പാപത്തിൽ നിങ്ങൾ മരിക്കും എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കണം. പാപത്തിൽ മരിക്കുക. സങ്കീർത്തനം 27-ാം അധ്യായം 8-ാം വാക്യത്തിൽ എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കിൽ നിന്നുള്ള കൽപ്പന വരുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവമേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, നിന്റെ മുഖം എങ്കിൽ നിന്ന് മറയ്ക്കരുതേ. എന്ന് വായിക്കാമോ? എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. ബാക്കിയുടെ അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ, നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്നെ തള്ളിക്കളയരുതേ, എന്നെ ഉപേക്ഷിക്കുകയും വരുതേ. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, എന്നെ ഉപേക്ഷിക്കും വരുത്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തു. മതി. നമ്മൾ അന്വേഷിച്ച് ചെല്ലേണ്ടടുത്തേക്ക് അന്വേഷിച്ചല്ലാതെ വിവിധ കാര്യങ്ങൾ അന്വേഷിച്ചു പോയാൽ കർത്താവ് അവിടെ നിന്ന് പോകും. കാരണം അവരുടെ മനസ്സ് നിറയെ ജഡപ്രകാരമുള്ള വിധിത്തീർപ്പ് കിടക്കുകയാണ്. നമ്മളിതിനെ വളരെ കാലികമായിട്ട് തന്നെ കാണണം. നമ്മുടെ മുമ്പിൽ അനേകം സംഭവങ്ങളുണ്ട്. തെളിഞ്ഞ് ഒട്ടും മറവില്ലാതെ കിടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും സഭയിലും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ വ്യാപാര കേന്ദ്രങ്ങളിലുമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ ജഡപ്രകാരമുള്ള വിധിത്തീർപ്പിലാണോ ആത്മപ്രകാരമുള്ള വിധിത്തീർപ്പിലാണോ? ജഡപ്രകാരമുള്ള വിധിത്തീർപ്പിൽ നമ്മൾ നീതിഫലം കൊയ്യുവാൻ ശ്രമിച്ചാൽ നീതിഫലം ലഭിക്കില്ല. ആ നീതി ലോകനീതിയായി പോകും. ലോകനീതിയിൽ വേണ്ടത് തെളിവുകളാണ്. കർത്താവിൻ്റെ നീതിക്ക് വേണ്ടത് കണ്ണുനീര് മാത്രമാണ്. വേറൊന്നും ആത്മനീതിയുടെ മുമ്പിൽ കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവരുടെ അടുത്തു നിന്ന് കർത്താവ് വേദനയോട് പറയാണ്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ലാതാനും. അങ്ങനൊരു വചനം പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ലാതാനും. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. പാപത്തിൽ ഉള്ള മരണം. ദൈവം പാപിയെ സ്നേഹിക്കുന്നവനാണ്. കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ളത് പാപികളോടാണ്. എങ്ങനത്തെ പാപികളോട്? മാനസാന്തരപ്പെടുന്ന പാപികളോടാണ് കർത്താവിന് ഇഷ്ടം. അത്രയും സ്വർഗത്തിൽ ഒരു ഉത്സവം നടത്തിയ വേറെ ഒരു സംഭവം വേദോത്സവത്തിൽ എഴുതിയിട്ടില്ല. മുടിയനായ പുത്രൻ മുടിഞ്ഞ് അങ്ങേയറ്റം പറ്റി പന്നികളുടെ അശുദ്ധിയിൽ കിടന്ന് നാറ്റം പിടിച്ച് തിരിച്ചു വരുമ്പോൾ ദൂരത്ത് നിന്നൊരു പിതാവ് നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ ദിവസവും ഈ പിതാവ് വഴിക്ക് നോക്കി നിൽക്കുമായിരുന്നു. കാരണം അവനെ ദൂരത്ത് നിന്നേ കണ്ടു എന്നാണ് പറയുന്നത്. അന്ന് വരുമെന്ന് ആ പിതാവിന് അറിയില്ല. പക്ഷെ ദൂരത്ത് നിന്നേ കണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഈ പിതാവ് ആ ഗേറ്റിൻ്റെ അവിടെ നോക്കി നിൽക്കുവാണ്. എൻ്റെ മോൻ വരുന്നുണ്ടോ, എൻ്റെ മോൻ വരുന്നുണ്ടോ. ദൂരത്ത് നിന്നേ കണ്ടപ്പോൾ അങ്ങോട്ട് ഓടിച്ചെന്ന് ദുർഗന്ധമാണോ സുഗന്ധമാണോ കാണാൻ കൊള്ളാമോ അഴുക്ക് ചാലിൽ കിടന്നവനാണോ അല്ലയോ എന്നൊന്നും നോക്കാതെ വാരിപ്പുണർന്ന് കഴുത്തിന് ചുംബിച്ചു എന്നാണ് പറയുന്നത്. യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ കഴുത്തിന് ചുംബിച്ചാൽ എല്ലാ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളും മുഴുവൻ വ്യക്തമാക്കുന്ന ഒരു ഭാവപ്രകടനമാണ്. കഴുത്തിന് ചുംബിച്ചു. പെട്ടെന്ന് പറയാണ്, ഇവൻ്റെ വസ്ത്രം മാറ്റ്, മോതിരം മാറ്റ്, ആളെ വെട്ട്, ആടിനെ വെട്ട്, നിങ്ങൾ മൊത്തവും ഉത്സവം നടത്തിക്കൊള്ളാൻ പറയാണ്.
അനുദപിക്കുന്ന, മാനസാന്തരപ്പെട്ടു വരുന്ന പാപിയെപ്പറ്റി സ്വർഗത്തിലുണ്ടാകുന്ന ഉത്സവം നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. പക്ഷേ പാപിയെ സ്നേഹിക്കുന്നവൻ പാപത്തെ വെറുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞുകൊള്ളണം. പാപി എന്ന് പറയുന്നത് പാപം ചെയ്തു പോകുന്നവനല്ല പാപി എന്ന് പറഞ്ഞാൽ. പാപി എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമ്മൾ കാണണം. ഒന്ന്, പാപം ചെയ്തു പോകുന്നവൻ, പോയി പറ്റിപ്പോയി കർത്താവ്, ആ മൊമെന്റിൽ തന്നെ അനുതാപം വരണം. ദ മൊമെന്റ് when you do a sin and commit a sin, that moment itself you should feel the attitude of repentance. പരിശുദ്ധാത്മാവ് ഉള്ളവനെ അങ്ങനെ പറ്റിയുള്ളൂ. അല്ല എങ്കിൽ നമ്മൾ ഇതിനെ പതുക്കെ ജഡപ്രകാരം ന്യായീകരിക്കും. ജഡപ്രകാരം ന്യായീകരിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളുമായിട്ട് അങ്ങ് കോംപ്രമൈസ് ആകും ഈ പാപം. രണ്ടാമതൊന്നുകൂടെ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഈ മാനസാന്തരത്തിനുള്ള ഒരു ബോധ്യമോ കുറ്റബോധമോ വരില്ല. അങ്ങനെ വരാതെ അത് പതിയെ പതിയെ നമ്മുടെ ജഡത്തിൻ്റെ ഭാഗമായിട്ട് മാറും. എന്തിൻ്റെ ഭാഗമായിട്ട്? ജഡത്തിൻ്റെ ഭാഗമായിട്ട് മാറും. ജഡത്തിൻ്റെ ഭാഗമായിട്ട് പാപം മാറിക്കഴിയുമ്പോൾ ജഡത്തിന് പാപത്തിൻ്റെ പ്രവൃത്തികളെ വീണ്ടും ചെയ്യുവാൻ തോന്നും. അപ്പോൾ ആദ്യം ചെയ്ത പാപത്തിൻ്റെ വീര്യത്തേക്കാൾ അല്പം വർധനയുള്ള ഒരു ജഡത്തിൻ്റെ പ്രവൃത്തി വീണ്ടും നമ്മുടെ ജഡത്തിൽ കൂടി വെളിപ്പെടും. നമ്മൾ ഈ ജഡത്തിൻ്റെ പ്രവൃത്തി ആത്മാവിൻ്റെ ഫലം, ഇങ്ങനെയാണ് പറയുന്നത്. ആത്മാവിൻ്റെ പ്രവൃത്തി എന്നല്ല, ആത്മാവിൻ്റെ ഫലം. ജഡത്തിൻ്റെതാണെങ്കിൽ പ്രവൃത്തിയാണ്. ഈ ജഡത്തിൻ്റെ പ്രവൃത്തിയെ ന്യായീകരിച്ച് നമ്മൾ അതുമായിട്ടങ്ങ് ഒന്ന് ഒത്തുചേർന്ന് പോകുന്ന അവസ്ഥാ ജീവിതത്തിൽ, അല്ലെങ്കിൽ അതിനെയാണ് പാപത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. പാപത്തിൽ ജീവിക്കുന്നവൻ്റെ ഒരു പ്രശ്നം അവന് പാപത്തിൽ ജീവിക്കുകയാണെന്ന് തോന്നില്ല എന്നുള്ളതാണ്. അത് ആരായാലും, മഹാപുരോഹിതനായാലും പാപത്തിലായിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാനായാലും, ഞാനൊരു പാപമായിട്ട് കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ എനിക്കത് പാപമായി തോന്നില്ല. എനിക്ക് അത് തോന്നാത്തിടത്തോളം കാലം ആത്മീയ ശുശ്രൂഷകളെല്ലാം ചെയ്യുവാനും പറ്റും. ചെയ്യുന്നത് ജഡത്തിലായിരിക്കും. ജഡം കൊണ്ട് എനിക്ക് എല്ലാം അനുഷ്ഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന്. ജഡത്തിലല്ല. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തെ ആരാധിക്കുന്നത് ആത്മാവിലാണ്. പാപത്തിൽ ജീവിക്കുന്ന ഒരുവന് ഇത് സാധ്യമല്ല. കർത്താവ് പറയാണ്, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. പാപത്തിലായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മരണം ദേഹിയിലാണ്. എന്താണ് ദേഹി? ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ മരിച്ചു. ജഡപ്രകാരം നോക്കുമ്പോൾ അവർക്ക് ജീവനുണ്ട്, പക്ഷേ അവർക്ക് മരിച്ചു. ഇതും ബോധ്യമാകണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ആത്മവ്യാപാരമുള്ളവനെ അത് ബോധ്യമാകത്തുള്ളൂ. എൻ്റെ ആത്മാവ് മരിച്ചു എന്ന് ഒരുത്തനും ബോധ്യമാകുന്നത് പോലും കർത്താവ് അത് കാണിച്ചു കൊടുക്കണം. കാരണം അങ്ങനെയുള്ളവന് ദൈവത്തെ സ്തുതിക്കുവാനോ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനോ കർത്താവിൻ്റെ അടുത്തിരിക്കുവാനോ കർത്താവിനെ ഒന്ന് സ്നേഹിക്കുവാനോ വചനം വായിക്കുവാനോ ഒന്നും ആഗ്രഹം വരികയില്ല, താല്പര്യം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ഇത് വളരെ മുഷിപ്പായിട്ട് തോന്നുകയും ചെയ്യും. അതുകൊണ്ടാണ് 115 സങ്കീർത്തനം 17 വാക്യത്തിൽ പറയുന്നത്, നമ്മളെപ്പോഴും പഠിച്ചിട്ടും കേട്ടിട്ടുള്ളതുമാണ്. എന്താണ്? മരിച്ചവരും മൗനതയിൽ ഇറങ്ങി വരും. ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. നാമോ എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചവരല്ല, പാപം ചെയ്തു പോയിട്ടുണ്ട്, പാപത്തിൽ വീണു പോയിട്ടുണ്ട്. പാപത്തിൽ ഏറ്റവും വീണു പോയിരിക്കുന്ന പലരെയുമാണ് ദൈവം പരിശുദ്ധരാക്കിയിട്ടുള്ളത്. വേദപുസ്തകത്തിലുടനീളം നമ്മൾ ശ്രദ്ധിച്ചാൽ, സൂക്ഷിച്ച് പഠിച്ചാൽ, പാപത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന പലരെയും അതിവിശുദ്ധരാക്കിയിട്ടുണ്ട്.
പൗലോസ്ലീഹ അങ്ങനെ ഒരാളാണ്, ദാവീദ് അങ്ങനെ ഒരാളാണ്, അനേകരുണ്ട്. പിന്നെ പരിശുദ്ധ പിതാക്കന്മാരിൽ നിങ്ങൾ അഗസ്റ്റിൻ പിതാവിൻ്റെ ജീവിതം പഠിച്ചാൽ മനസ്സിലാകും. കർത്താവ് കടന്നു വന്നാൽ അവൻ നമ്മുടെ ജഡത്തിലും നമ്മുടെ ദേഹിയിലും നമ്മുടെ ആത്മാവിലും നേരെ തിരിച്ചു വയ്ക്കും. നേരെ നേരെ നമുക്ക് വിശ്വസിക്കുവാൻ പറ്റാത്ത വിധം അവനിൽ മാറ്റങ്ങളുണ്ടാവും. ഞാൻ ആശ്രമത്തിൽ താമസിക്കുന്ന ഒരു സമയത്ത് ഒരാൾ എന്നെ കാണുവാൻ വന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയം ജഡീക പാപങ്ങളിൽ മുഴുകിക്കിടക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് വന്നത്. പലർക്കും ആഗ്രഹമൊന്നുമില്ല. ജഡീക പാപങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉറക്കം വരണമെന്നുണ്ടെങ്കിൽ അശ്ലീലമായ ചിത്രങ്ങളും വീഡിയോകളും കാണാതെ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. അതാണ് ഈ ഒരു പാപത്തെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് അടുത്ത പാപത്തിൽ കയറി ഇവൻ കൊണ്ട് എത്തിക്കുന്നത് മ്ലേച്ഛതയിൽ തന്നെയാണ്. മ്ലേച്ഛതയിൽ കീഴ്പ്പെട്ടു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടിമപ്പെട്ടു പോയാൽ അതിൽ നിന്ന് ഊരി വരുവാൻ എളുപ്പമേ അല്ല. അൺലെസ് ഓർ അതർവൈസ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഡയറക്ട്ലി ആക്ട്സ് ഇൻ ഹിം. കർത്താവ് നേരിട്ട് വന്നു അത് തിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തീവ്രത മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. അലാം വെച്ച് എഴുന്നേറ്റിരുന്ന് ജഡീക സുഖത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരാളാണ്. ആ മനുഷ്യൻ ഇപ്പോൾ സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ ശക്തി ഉള്ളിലേക്ക് കയറി കർത്താവ് ജീവന്റെ വചനം അവൻ്റെ മരിച്ചു കിടന്ന ദേഹിന്മേൽ ഒരു അഗ്നിയായി ജ്വലിപ്പിച്ചപ്പോൾ അവൻ്റെ മുള്ളും പറക്കാരെയും കരിഞ്ഞുപോയി. വചനം യെശയ്യാവിൻ്റെ പുസ്തകത്തിലാണ്, ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയുമായി ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് നിന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. 10:17 ഒന്ന് നോക്കാമോ? 10:17 യെശയ്യാവിൻ്റെ പുസ്തകം 10:17. വെട്ടുന്നവനോട് കോടാലി അതാണ് 10:17 അല്ല 10:17. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും ഒറ്റ ദിവസം മതി ദഹിപ്പിച്ചു. കർത്താവിന് ഒരാളെ പരിശുദ്ധനാക്കാൻ ഒറ്റ ദിവസം മതി. പക്ഷെ ആ ഒരു ദിവസം ഒരു തീ വന്ന് കത്തും. ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ 24 മണിക്കൂർ എന്നുള്ള ജഡപ്രകാരമുള്ള കാല അളവായിട്ട് കാണരുത്. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമയകാല പരിമിതികൾ നമ്മൾ നിശ്ചയിക്കുന്നത് പോലെയല്ല. ഇതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, 3-ാം ദിവസമാണ് സൂര്യനെ അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നത്, പിന്നെ 1-2 ദിവസം എങ്ങനെയുണ്ടായി? ഇരുളും വെളിച്ചവും എന്നുള്ള ഒരു ദൈവീകമായ വലിയ രഹസ്യത്തെപ്പറ്റി മനസ്സിലാക്കുകയും ദൈവം അറിവ് പകർന്നു തരികയും ചെയ്യാതെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ആ ഒറ്റ അധ്യായം കൊണ്ട് നമ്മളെല്ലാം നിരീശ്വരവാദികളാകാൻ സാധ്യതയുണ്ട്. ഇത് പൊരുൾ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവ് ഇരുൾ എന്താണ് വെളിച്ചം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി, കാലം എന്താണ് സമയം എന്താണ്, കാലത്തിനും സമയത്തിനും അപ്പുറമായവൻ്റെ കാര്യങ്ങൾ വചനത്തിൽ കൂടി നമ്മൾ പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ ജഡപരമായി വ്യാഖ്യാനിച്ച് 1-ാം ദിവസം 2-ാം ദിവസം 3-ാം ദിവസം അത് സൂര്യൻ വന്നു കഴിഞ്ഞാലേ 1-ാം ദിവസമാകത്തുള്ളൂ, അല്ലെങ്കിൽ ചന്ദ്രൻ വന്നാലേ 2-ാം ദിവസമാകത്തുള്ളൂ എന്നൊക്കെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അത് ജഡപ്രകാരമുള്ള വിധി തീർപ്പാണ്. ആത്മപ്രകാരം ഇതിനെ കാണുവാൻ ആത്മാവ് വ്യാഖ്യാനിച്ചു തരണം. അതായത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഒരു വ്യക്തി സമ്പൂർണമായി നിരീശ്വരവാദിയാകാനും
സമ്പൂർണമായി ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനും ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം മാത്രം മതി. എന്നിട്ട് നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം കൂടെ ചേർത്ത് വായിക്കണം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരം, പാപത്തിലുള്ള മരണം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടെ നമ്മൾ കൈകാര്യം ചെയ്യണം. നമ്മുടെ ദേഹിയാണ് മരിച്ചു പോകുന്നത്. ദേഹി ചത്തു കഴിഞ്ഞാൽ ആ ചത്ത ദേഹി ആരുടെ പിടിയിലേക്ക് പോകും? പിശാചിൻ്റെ പിടിയിലേക്ക് പോകും. പിശാചിൻ്റെ പിടിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ പാതാളത്തിൻ്റെ അവസ്ഥയാണ്. പലപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളതാണ്, വീണ്ടും 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 പറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് പാതാളം എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു കാര്യമല്ല. പലരുടെയും ചിന്ത അങ്ങനെയാണ്. പാതാളം എന്ന് പറയുന്നത് യേശുവിനെ അറിയാൻ പറ്റാത്ത അവസ്ഥയെല്ലാം പാതാളമാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്, ദുരിതങ്ങളാണ്. പാതാളത്തിൽ വീഴുന്നവന് വന്നു ചേരുന്ന, ബൈ ഡീഫോൾട്ട് വന്നു ചേരുന്നതാണ് ഈ ദുരിതങ്ങൾ എന്ന് പറയുന്നത്. പാതാളത്തിൽ എങ്ങനെയാണ് വീഴുന്നത്? ദേഹി മരിക്കുന്നതുകൊണ്ടാണ്. ദേഹി മരിക്കുന്നത് എങ്ങനെയാണ്? പാപം ചെയ്യുന്നതുകൊണ്ടാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അതുകൊണ്ട് പാപത്തിൽ നിന്ന് മാറാതെ ആരും വിശുദ്ധി ആർജിക്കുമെന്ന് വിചാരിക്കുകയേ വേണ്ട, നടപ്പില്ല. അപ്പോൾ പാപം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? കൊലപാതകം, വേശ്യാവൃത്തി, ഇങ്ങനെ വലിയ കൂടിയ പാപങ്ങളാണ്. പാപത്തിന് അങ്ങനെ കൂടിയ പാപം, കുറഞ്ഞ പാപം എന്നൊക്കെ ഉണ്ടെങ്കിലും, എന്ന് പറഞ്ഞാൽ മരണകരമായ പാപങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിലും, ദൈവം എന്ന് പറയുന്നത് പരിശുദ്ധനാകിയാൽ കുഞ്ഞു പാപം പോലും ദൈവം കോംപ്രമൈസ് ചെയ്യില്ല. കാരണം അവൻ പിതാവാൻ ദൈവം ഒരു പാപവും കോംപ്രമൈസ് ചെയ്യില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ കോംപ്രമൈസ്ഡ് ആകുന്നത്? ഒരുത്തൻ ഇപ്പോഴും നമുക്ക് വേണ്ടി കാൽവറിയിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് അവൻ്റെ രക്തത്താൽ നമുക്ക് വേണ്ടി പിതാവാൻ ദൈവത്തോട് പക്ഷപാതം പഴിക്കുന്നു എന്നുള്ളത് വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. കർത്താവ് ഇപ്പോഴും എങ്ങനെയാണ് നിൽക്കുന്നത്? അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെയാണ് നിൽക്കുന്നത്. വെളിപാട് പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ അതുണ്ട്. ഒന്നും കൂടെ അതൊന്ന് വായിക്കാം. വചനങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഉറയ്ക്കും. അതിനുവേണ്ടിയാണ് വീണ്ടും വീണ്ടും നമ്മൾ വായിക്കുന്നത്. വെളിപാട് പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം. യോഹന്നാൻ ശ്ലീഹ ഒരു ദർശനം കാണുകയാണ്. ആ ദർശനം ഇപ്രകാരമാണ്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അത് വായിക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഇത് കർത്താവ് ഉയർത്തെഴുന്നേറ്റിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം യോഹന്നാൻ ശ്ലീഹ എഴുതിയതാണ് വെളിപാട് പുസ്തകം. എന്തിനു ശേഷം? ഉയർത്തെഴുന്നേറ്റിന് ശേഷം. ഉയർത്തെഴുന്നേറ്റിന് ശേഷം എന്താണ് യോഹന്നാൻ ശ്ലീഹ കാണുന്ന കാഴ്ച? വായിക്കാമോ? ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് മഹിമയോടെ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതിനായി നമ്മൾ ആ രാജകീയ പ്രാഭവത്തിൽ, ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താവും താൻ മാത്രം അർത്തിതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാലും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവന് അവൻ അറുക്കപ്പെട്ടവനെ പോലെ നിൽക്കുന്നു. ഒരു കുഞ്ഞാട്, രോമം കത്തിരിക്കുന്നതിൻ്റെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന ഒരു കുഞ്ഞാട്. എന്തുകൊണ്ടാണ് കർത്താവ് മിണ്ടാതെ നിൽക്കുന്നത്? നമ്മളിപ്പോൾ മിണ്ടുന്നത് കൊണ്ടാണ്. നമ്മൾ ഇവിടെ നിന്ന് ഈങ്കിലാവ് വിളിക്കുകയും ഘോരഘോരം ജയി വിളിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് പിതാവിൻ്റെ മുമ്പിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും തലകുനിച്ച് നിൽക്കുകയാണ്. അവിടെ പിതാവ് നമ്മളെ വീണ്ടും നശിപ്പിക്കാതെ ഒരു വർഷം കൂടെ നിൽക്കട്ടെ, വൃക്ഷത്തിന് മുമ്പിൽ കോടാലി വയ്ക്കാൻ വരട്ടെ എന്ന് കർത്താവ് തൻ്റെ മുറിപ്പാടുള്ള പഴുതുള്ള ആ കൈകൾ കാണിക്കുന്നതുകൊണ്ടാണ് ഇന്ന് കുടുംബങ്ങളും സഭകളും ഒക്കെ നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തികളും കുടുംബങ്ങളും സഭകളും ആരായാലും അച്ഛന്മാരായാലും ആരായാലും മനസ്സിലാക്കേണ്ടത്, തിന്മ ദൈവം ഒരു ലിമിറ്റിനപ്പുറം സമ്മതിക്കില്ല, പ്രത്യേകിച്ചും ദൈവിക കാര്യങ്ങൾ ചെയ്യുന്ന ഇടങ്ങളിൽ.
ദൈവിക കാര്യങ്ങൾ ചെയ്യുന്ന ഇടങ്ങളിൽ ദൈവം തിന്മ വെച്ച് പൊറുപ്പിക്കത്തില്ല. അത് എൻ്റെ അനുഭവ സാക്ഷ്യമാണ്. അതുകൊണ്ട് മാനസാന്തരത്തിലേക്ക് വരാതെ ആരും രക്ഷ പ്രാപിക്കുമെന്ന് വിചാരിക്കേണ്ട. നടപ്പുള്ള കാര്യമേ അല്ല. പാപത്തിൽ മരിക്കരുത്. പാപത്തിൽ വീണു പോകാം. നീതിമാൻ വീണാലും നിലംപരിചാകില്ല, യഹോവ അവനെ താങ്ങും. നമുക്ക് തിരിച്ചു വരാം 21 വാക്യത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക്. നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയില്ല. പാപത്തിൽ മരിക്കുന്നവൻ്റെ അവസ്ഥ ഇതാണ്. യേശു പോകുന്നിടത്തേക്ക് അനുഗമിക്കപ്പെടേണ്ടവരാണ്, അല്ലെങ്കിൽ അനുഗമിക്കേണ്ടവരാണ് നമ്മൾ. പക്ഷേ പാപത്തിൽ മരിച്ചവന് യേശു ആരാണെന്ന് തിരിച്ചറിയുവാൻ പോലും സാധിക്കത്തില്ല. പിന്നെയല്ലേ അനുഗമനം. ഈ വിശ്വാസികളിൽ പോലും വലിയ വീരന്മാർ എന്ന് പറയുന്ന അഭിമാനിക്കുന്ന വിശ്വാസികൾ പോലും യേശുവിനെ എങ്ങനെയാണ് കാണുന്നത്? യേശുവിനെ ഒരു മഹാഗുരുവായിട്ട് കാണുന്നവരുണ്ട്. ക്രിസ്ത്യൻ വിശ്വാസത്തിലുള്ളവരുടെ കാര്യമായി പറയുന്നത്. അന്യമതത്തിലുള്ളവർ അങ്ങനെ വിശ്വസിക്കുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ക്രൈസ്തവ വിശ്വാസത്തിൽ യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിച്ച് മാമോദീസായിട്ട് പിതാവിലും പുത്രനും പരിശുദ്ധ റൂഹായിലും വിശ്വസിച്ചു പറയുന്നുവൻ, ഏറ്റു പറയുന്നവൻ, അവന് കുറേ ലൗകിക ജ്ഞാനങ്ങളും ജഡപ്രകാരമുള്ള വിധിത്തീർപ്പുകളും വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ യേശു ക്രിസ്തു ഇപ്പോൾ ഒരു മഹാഗുരുവായി, ഒരു എൻലൈറ്റൻഡ് ഫിഗറായി, ഒരു ശ്രീബദ്ധനെ പോലെ ഒരാളായി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു വിപ്ലവകാരിയായി ഒക്കെയാണ് ചിത്രീകരിക്കുന്നത്. ഇതൊക്കെ ലോകപ്രകാരമുള്ള ആൾക്കാർ പറയുന്ന അല്ലെങ്കിൽ കർത്താവിന് കൊടുത്തുന്ന ചാർത്തലുകളാണ്. രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രത്യേകിച്ചും കർത്താവിൻ്റെ ചിന്താഗതികൾ അല്പമൊക്കെ സ്വാധീനിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയുന്നത് യേശുക്രിസ്തു വിപ്ലവകാരിയാണെന്നാണ്. ഒരു വശത്ത് ഇതെല്ലാം ഉണ്ടായിരിക്കെ മറുവശത്ത് ഇതിനെല്ലാം വെല്ലുന്ന ഒരു സത്വപരമായ അവസ്ഥ യേശുവിനുണ്ട്. അത് തിരിച്ചറിയാത്തവന് യേശുവിനെ അനുഗമിക്കുവാൻ കഴിയുകയില്ല. ആ സത്താപരമായ കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, യേശു ദൈവമാണ്, അല്ലെങ്കിൽ ദൈവപുത്രനാണ് എന്നുള്ളതാണ്. ഇതാണ് താഴോട്ട് 22 വാക്യം മുതൽ കർത്താവ് ഇനിയും അവരെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഈ എന്നെ നിങ്ങൾക്ക് അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ 22 വാക്യം സ്കിപ്പ് ചെയ്ത് 23 വാക്യത്തിലേക്കൊന്ന് വരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്ന് ഉള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഉള്ളവനല്ല. പലപ്പോഴും പല നിരീശ്വരവാദികളും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, യേശു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ താൻ ദൈവമാണോ എന്ന്? യേശു പറയുന്നതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ആത്മപ്രകാരമുള്ള വിധിത്തിരിപ്പിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ജഡപ്രകാരം നോക്കുമ്പോൾ കർത്താവ് പറഞ്ഞെല്ലാം ജഡപ്രകാരമായി മാത്രം വ്യാഖ്യാനിച്ചാൽ ഇതൊന്നും പിടികിട്ടുകയില്ല. ഞാൻ ആകുന്നു സ്റ്റേറ്റ്മെന്റ് മുഴുവനും ഞാൻ ആകുന്നവൻ, ഞാനാകുന്നു എന്ന് തന്നെയാണ് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഞാൻ മേലിൽ നിന്നുള്ളവൻ, നിങ്ങളോ മേലിൽ നിന്നുള്ളവരല്ല, കീഴിൽ നിന്നുള്ളവർ. കർത്താവ് ദൈവമാണെന്ന് കൃത്യമായി തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവുള്ളവനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവുള്ളവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം മാമോദീസായിൽ പരിശുദ്ധാത്മാവ് കിട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണം എന്ന് നിർബന്ധമില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ചെയ്യാത്തവൻ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുന്നില്ലാത്തതിനാൽ അവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് മറ്റൊരു ആത്മാവായിരിക്കും. അങ്ങനെ വേറൊരു ആത്മാവ് ഇരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് ഇരിക്കത്തില്ല. നമ്മുടെ ഈ താഴ്ചയുള്ള ഈ വീണ
വൃത്തികെട്ട ശരീരത്തെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കാതെ ഇരുന്നാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരം താണുപൊക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ദേഹികൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ദേഹി പാതാളത്തിൽ കിടക്കും ദേഹിയുടെ പരിണിത ഫലമായി ദുരിതങ്ങൾ വരും. ആ ദുരിതം ദൈവം ഉണ്ടാക്കുന്നതല്ല, നമ്മളുടെ പാപത്തിന്റെ ഫലമായി നമ്മളിൽ വന്നു ചേരുന്നതാണ്. യാക്കോബിന്റെ പുസ്തകത്തിൽ ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. 1-ാം അധ്യായം 13-ാം വാക്യം. നമ്മൾ ദുരിതത്തിൽ അകപ്പെടുമ്പോൾ, പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവം എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദുരിതങ്ങൾ നമ്മൾ വരുന്നതെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നു. വായിക്കാമോ? 1-ാം അധ്യായം 13-ാം വാക്യം. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. അതായത് നമ്മൾ സ്വന്തം മോഹത്താൽ പാപം ചെയ്ത് അത് ഗർഭം ധരിച്ച് മരണത്തെ പ്രസവിക്കുന്നതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ദുരിതങ്ങൾ. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? പാപത്തിൽ മരിച്ച ദേഹി, ഇനി പരിഹാരം വേണമല്ലോ. നമ്മൾ ഈ മരിക്കുന്ന കാര്യം മാത്രം പറഞ്ഞാൽ പോരാ, പാപത്തെ പറ്റി മാത്രം പറഞ്ഞാൽ പോലെ ഇതിന് പരിഹാരമുണ്ട്. അപ്പോൾ പാപത്തിൽ ജീവിക്കുന്നവൻ പാപത്തെ തോൽപ്പിച്ചവനിൽ മരിക്കണം. എന്തുവാണ് ഞാൻ പറഞ്ഞത്? പാപത്തിൽ മരിച്ചവൻ പാപത്തിനെ തോൽപ്പിച്ചവനിൽ മരിക്കണം. ഒന്നും കൂടെ പറയാം. പാപത്തിൽ മരിച്ചവൻ അതിൽ നിന്ന് ജീവിക്കണമെങ്കിൽ പാപത്തെ തോൽപ്പിച്ചവനിൽ മരിക്കണം. എന്നിട്ട് മരിച്ച് ഉയർത്തെഴുന്നേൽക്കിട്ട് അത് കർത്താവ് ചെയ്തോളും. അത് കൊലോസ്യർ 3-ാം അധ്യായം 1-ാം വാക്യത്തിലുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ജീവൻ എവിടെ പോയി മറഞ്ഞിരിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നതാണ്. കൊലോസ്യർ 3-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പീൻ. അടുത്ത വചനം നിങ്ങൾ മരിച്ച് ശ്രദ്ധിച്ച് പൗലോസ് ആരോടായി പറയണേ? ജീവിച്ചിരിക്കുന്ന കൊലോസ്യരോട് പറയാണ്, നിങ്ങൾ മരിക്കണം. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ കണ്ടോ, നിങ്ങളുടെ ജീവൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ. ഈ പ്രാണനിലാണ് പിശാചിന്റെ കളി. പ്രാണൻ എന്ന് പറഞ്ഞാൽ ദേഹിയാണ്, നമ്മുടെ ഉള്ളിലെ ജീവാംശമാണ് ഈ പ്രാണൻ എന്ന് പറയുന്നത്. അതിലാണ് നമ്മുടെ ഹൃദയബോധ വിചാര മണ്ഡലങ്ങൾ. ഈ ഹൃദയബോധ വിചാര മണ്ഡലങ്ങൾ ആർക്ക് അവകാശപ്പെട്ടതാണ്? യേശുവിന് അവകാശപ്പെട്ടതാണ്. ഈ ദേഹിയാണ് കർത്താവ് കല്യാണം കഴിക്കാൻ വരുന്നത്. ആത്മാവ് മാമോദീസായിൽ ശുദ്ധീകരിക്കപ്പെട്ടതാണ്. അതിനെ ആർക്കും മലീനസമാക്കുവാൻ സാധ്യമല്ല. കാരണം ഈ നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എന്നാൽ ഈ ആത്മാവിൻ്റെ പ്രഭയെ നമ്മുടെ പാപങ്ങൾ നിമിത്തം മൂടിവെക്കുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അതെങ്ങനെയാണ്? അത്രയ്ക്ക് ശക്തിയുണ്ടോ നമ്മുടെ പാപങ്ങൾക്ക്? പാപത്തിൻ്റെ ശക്തിയുടെ സാധ്യതയെ പറ്റിയല്ല. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്തവർക്ക് താഴേക്ക് നോക്കുമ്പോൾ കാർമേഘം കാണാം. എന്തുകൊണ്ട് കാർമേഘം? കാർമേഘം എന്ന് പറഞ്ഞാൽ വിശാലമായിട്ട് കിടക്കുന്നതാണ്. പക്ഷെ ഒരു സൂര്യൻ്റെ പ്രഭയൊക്കെ തടുക്കാൻ ഇനി ശക്തിയുണ്ടോ? സൂര്യനെ ഒന്ന് നോക്കിയേ, കാർമേഘത്തെ ഒന്ന് നോക്കിയേ. കാർമേഘം എന്തുകൊണ്ട്? ഒന്നുമില്ല, സൂര്യനുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ. പക്ഷേ താഴെ ഭൂമിയിൽ നിന്ന് നമുക്ക് സൂര്യൻ്റെ രശ്മികളെ തടസ്സപ്പെടുത്തി നിൽക്കുന്നത് ഈ കറുത്ത കാർമേഘം തന്നെയാണ്. ശക്തിയുടെ പ്രാഭവത്തിൻ്റെ വലിപ്പമല്ല. കാർമേഘം പൊടിപടലങ്ങളാണ്. അതിലേക്ക്
ഈ ആത്മവ്യാപാരം, അതായത് പാപത്തിൻ്റെ വ്യാപാരം ഉള്ളിടത്ത് ആത്മവ്യാപാരം അത് ചെയ്യില്ലത്. അതുകൊണ്ട് ഉള്ളിൽ കത്തി നിൽക്കുന്ന ഈ ആത്മവ്യാപാരം ദേഹിയിലേക്ക് വ്യാപരിക്കാതെ വരികയും, കാരണം ചത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ജഡത്തെ പാപത്തിന് മരിച്ചവനിൽ മരിപ്പിക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, പാപം ചെയ്ത ഏതിൽ വീണ്ടിരിക്കുന്നുവോ ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ജഡത്തിൽ ത്യാഗമെടുക്കണം. ജഡത്തിലെടുക്കണം. അത് എപ്പോഴും പറയുന്ന വാക്യമാണ് 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. എവിടെയാണ് കർത്താവ് പാപത്തെ ഏറ്റെടുത്തത്? തൻ്റെ ആത്മാവിൽ എന്നല്ല, തൻ്റെ ശരീരത്തിൽ. യേശുവിന് വേണമെങ്കിൽ മേളിലിരുന്നുകൊണ്ട് സകല പാപത്തെയും ഞാനിതാ തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സോഫ്റ്റ്വെയർ, എന്താ പറയുക അതിനെ ഒന്ന് റിഫോം ചെയ്താൽ പോരായിരുന്നോ? അല്ലേ? അതിനൊരു വാക്കുണ്ട്, കമ്പ്യൂട്ടർ പഠിക്കുന്ന പിള്ളേർക്കറിയാം. സോഫ്റ്റ്വെയറിനെ എന്തോ ചെയ്യുമല്ലോ അത്. പെട്ടെന്ന് ആ വാക്ക് എനിക്ക് ഓർമ്മ വരുന്നില്ല. നമ്മൾ അതിനെ മുഴുവൻ കഴുകി വെടിപ്പാക്കി വൃത്തിയാക്കി ന്യൂ ഫോമാറ്റ്, സോഫ്റ്റ്വെയർ ഫോമാറ്റ് ചെയ്തങ്ങ് എടുത്താൽ പോരെ? ഒരു കൽപ്പന മതിയായിരുന്നു, ഒരു വചനം മതിയായിരുന്നു. അത്യുന്നതനായവൻ അവിടുന്ന് കൽപ്പിക്കുന്ന വചനത്താൽ സകലത്തെ ഉളവാക്കുന്നവന് പാപം നീങ്ങിപ്പോട്ടെ, എല്ലാവരും വിശുദ്ധി ആർജിക്കട്ടെ എന്ന് പറയാമായിരുന്നല്ലോ. അതല്ല അതിൻ്റെ പ്രോസസ്സ്. അതിൻ്റെ പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ കൂടി നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ചെയ്തപ്പോൾ ആ പാപത്തെ അതിൻ്റെ അനന്തര തലമുറ വഹിച്ചുകൊണ്ട് നടന്നപ്പോൾ ആ പാപത്തെ നീക്കുവാനായി പാപത്തെ മുഴുവൻ തൻ്റെ ശരീരത്തിൽ വഹിച്ചു എന്നാണ്. അപ്പോൾ അതിന് ഭാഗവാക്കായി നമ്മൾ പാപത്തെ ജഡത്തിൽ നമ്മൾ തോൽപ്പിക്കുവാൻ നമ്മുടെ ജഡത്തെ നമ്മൾ സഹിഷ്ണുതയ്ക്ക് വിട്ടുകൊടുക്കണം. അല്ലെങ്കിൽ മനഃപൂർവ്വം സഹിഷ്ണുത, അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹനം ഏറ്റെടുക്കണം. അപ്പോൾ സഹനം വരുന്നത് പാപത്തെ ജയിക്കുവാൻ നമുക്ക് സാധിക്കും, നമുക്ക് ശക്തി കിട്ടും. അങ്ങനെയാകുമ്പോൾ പതിയെ പതിയെ പാപം നമ്മളിൽ മരിക്കും. ഇപ്പോൾ നമ്മൾ പാപത്തിന് മരിച്ചിരിക്കുന്നു, പക്ഷേ പാപത്തിന് മരിച്ചവനിൽ നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്നും കൂടെ ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് ഇച്ചിരി ക്ലിയർ ആക്കി മനസ്സിലാക്കി തരാം. അതായത് പിശാച് നമ്മളിൽ ജീവിക്കുവാൻ വരുമ്പോൾ നമ്മൾ മരിച്ചവനെ പോലെ കിടക്കുക. എളുപ്പമുള്ള കാര്യമേ അല്ല, പറയാൻ എനിക്കും എളുപ്പം, കേൾക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. അതായത് പാപം നമ്മളെ ആക്രമിക്കുവാൻ വരുമ്പോൾ മരിച്ചവനെ പോലെ കിടക്കുക. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ന്യായപ്രമാണത്തിന് വിധിയായിട്ടുള്ള സ്ത്രീ, ഭർത്താവുള്ള ഒരു സ്ത്രീ ആ ഭർത്താവുമായിട്ടുള്ള ന്യായപ്രമാണത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവുമായിട്ടുള്ള ന്യായപ്രമാണത്തിൽ നമ്മൾ സ്വതന്ത്രയായിരിക്കുന്നു. നമ്മൾ തെറ്റിദ്ധരിച്ച് വായിക്കരുത്. ഇത് ന്യായപ്രമാണമാണ് ഈ ഭർത്താവ്. അതായത് പാപത്തിന് നമ്മൾ മരിച്ചവനെ പോലെ കിടക്കണം. പ്രയാസമാണത്. പക്ഷേ ആ ജഡത്തിൽ ത്യാഗം ഏറ്റെടുക്കുന്നതിന് മാത്രമേ പാപത്തിൽ മരിക്കുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ മരിക്കുന്നവന് എന്താണ് കർത്താവ് കൊടുക്കുന്ന പ്രതിഫലം? നമ്മളിൽ ചത്ത് കിടക്കുന്ന ഈ ദേഹിയുണ്ട്, ജഡത്തിൽ നമ്മൾ മരിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ജീവൻ കളയുക എന്നുള്ളതല്ല. ഉദാഹരണം പറയാം, വ്യക്തമായിട്ടങ്ങ് പറയാം. അതായത് നമുക്കൊരു ആസക്തി വരുന്നു, ശരീരത്തിലാണ് ഇത് വരുന്നത്. അതാണ് ജഡത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഈ പ്രവൃത്തിയെ ആത്മാവിൻ്റെ ഫലം കൊണ്ടാണ് നമ്മൾ നേരിടുന്നത്. എന്നാൽ ആ ആത്മഫലത്തിനുള്ള സാധ്യത നമ്മളിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോധപൂർവം ജഡത്തെ മരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. കർത്താവിനെ സഹായിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് നിങ്ങൾ മരിച്ചു. കണ്ടോ, 3-ാമത്തെ വാക്യം കൊലോസ്യർ 3:3. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ഇപ്പോൾ എവിടെയാണ്? ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ചത്ത് കിടന്ന ദേഹി ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെയുള്ള ദേഹിക്ക് എന്ത് സംഭവിക്കുമെന്നറിയാമോ? നക്ഷത്ര ജ്യോതിസുകളെ പോലെ പിന്നെ അത് പ്രകാശിക്കുമെന്നാണ് പറയുന്നത്. നക്ഷത്ര ജ്യോതിസുകളെ പോലെ. അപ്പോൾ ഇപ്പോൾ ചത്ത് കിടക്കുകയാണ്, പ്രകാശമില്ല, ഒരു പ്രകാശമില്ല.
നമ്മൾ ദേഹി യേശുവിലായി കഴിയുമ്പോൾ നമ്മുടെ ജീവൻ, ബോധ, വിചാര, ഹൃദയ മണ്ഡലങ്ങൾ എല്ലാം ചേർന്ന് യേശുവിൽ മറിഞ്ഞിരിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എവിടെ ഇരിക്കണം? യേശുവിലിരിക്കണം എന്ന് പ്രബോധിപ്പിക്കുവാൻ കാരണം ആ ബോധവിചാരങ്ങൾ അവിടെ നിന്ന് മാഞ്ഞു പോകാൻ അല്ലെങ്കിൽ മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഹവ്വായിക്ക് സംഭവിച്ചതാണ്. ബോധവിചാരങ്ങൾ മറഞ്ഞുപോയി. ഭേദാഭേദങ്ങളെ വിവേചിക്കാനുള്ള ശക്തി ഹവ്വായിൽ നിന്ന് പിശാച് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഹവ്വായിൽ നിന്ന് അതങ്ങ് പോയി. അപ്പോൾ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. ആ മറിഞ്ഞിരിക്കുന്ന ജീവൻ നക്ഷത്ര ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. അതുകൊണ്ട് ഇന്നത്തെ നമുക്ക് സെഷൻ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് പാപത്തിൻ്റെ, അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിച്ചിരിക്കുന്ന നമ്മുടെ ദേഹങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് മാറുവാൻ നമ്മൾ ആഗ്രഹിക്കണം. ഇനിയുള്ള കാലം, സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ യോഹന്നാൻ ശ്ലീഹ പഠിപ്പിച്ചുകൊണ്ട് വരുന്ന കാര്യം ഇതാണ്: യേശുവിനെ അനുഗമിക്കുവാൻ അവർക്ക് കഴിയാത്തത് അവർ ജഡപ്രകാരം പാപത്തിലാണ് അവരുടെ ചിന്ത മുഴുവൻ. അവർ അവനെ അന്വേഷിക്കും, കണ്ടെത്തത്തില്ല. ഞാൻ പോകുന്നു, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാനും കഴിയില്ല. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എങ്ങും എത്തുവാൻ കഴിയില്ല. സ്വർഗരാജ്യത്തിലേക്കുള്ള, നിത്യതയിലേക്കുള്ള പ്രവേശനം നമുക്ക് നഷ്ടമായാൽ എന്താണ് നമ്മുടെ ജീവിതം കൊണ്ട് പ്രയോജനം? ദൈവമക്കളെ, ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കൊള്ളുക. ഒരു ബോധം എപ്പോഴും നമ്മളെ ഭരിക്കേണ്ടത് നമ്മൾ മരിക്കും എന്നുള്ളതാണ്. ഈ മരണത്തെ പറ്റിയുള്ള വേറൊരു പ്രശ്നം, മരിക്കും എന്നുള്ള യാഥാർത്ഥ്യം പച്ചവർഷം പോലെ നമ്മുടെ മുമ്പിൽ നിന്നാലും, നമ്മളുടെ സ്വന്തം കുടുംബത്തിൽ അപ്രതീക്ഷിതമായി പച്ചയായൊരു മരണം നടന്നാലും പിറ്റേ ദിവസം തന്നെ നമുക്ക് ഈ മരണം സംഭവിക്കും എന്നുള്ള കാര്യം മറന്നുപോകും, ഓർക്കത്തില്ല. ഈ ലോകത്തിന് അങ്ങനെ വലിയൊരു അറ്റാച്ച്ഡ് ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലോകത്തോട് നമുക്ക് സ്നേഹം വർദ്ധിപ്പിച്ചു തരാൻ ഇതിന് സാധ്യമാകും. അതുകൊണ്ട് നമ്മൾ മരിക്കും എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും. നിര്യാണം, ന്യായത്തിൻ പീഠം, നരകം, ഈ 3 കാര്യങ്ങൾ ഒരു അലാം ദിവസവും നമ്മളെ എന്തൊക്കെയോ ഓർമ്മിപ്പിക്കുന്ന പോലെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മൾ പാപത്തിൽ വീണ് മരിച്ചു പോകാനുള്ള സാധ്യത ഏറെയാണ്. നിത്യതയെപ്പറ്റിയ ഒരു ബോധം, കാരണം ഇനി പിന്നെ നിത്യമാണ് ജീവൻ, നിത്യം. ഇവിടെ വെറും താൽക്കാലികമാണ് എന്നുള്ള ബോധം പിശാച് നമ്മളിൽ നിന്ന് എടുത്തു കളയും. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ധ്യാനചിന്തകൾ, ഈ പഠനം അവസാനിപ്പിക്കാം. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ജീവൻ്റെയും ആത്മാവിൻ്റെയും പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ സ്വന്തം പുത്രനെ പാപജഡ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് വന്നത്. പാപത്തിന് ജഡത്തിലെ ശിക്ഷ വിധിക്കാവുക, നമ്മൾ വിധിക്കണം. നമ്മളിപ്പോഴേ അങ്ങ് വിധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിധി തീർപ്പ് കർത്താവ് ആത്മപ്രകാരം നടത്തിക്കൊള്ളും. അതേസമയം പാപത്തിൽ ജീവിച്ചാൽ നമ്മുടെ വിധി തീർപ്പ് പിശാച് ജഡത്തിൽ ഇവിടെ വെച്ച് തന്നെ നിർവഹിച്ചു തുടങ്ങും. അതുകൊണ്ട് നമുക്ക് ന്യായാധിപനായ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നിങ്ങൾ ഓരോ ദിവസവും ഈ വചനം പഠിക്കുവാൻ കാണിക്കുന്ന ഉത്സാഹത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കുന്നു. ബലഹീനം ഭാവിയുമായി എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടട്ടെ.